Hello. Morning all. Hello ma'am. Hello, Sajna ma'am. Good morning. Good morning, all. ഗുഡ് മോർണിംഗ്. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. സൗണ്ട് ആ, ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ ഒരു ആ, ചെറിയൊരു ക്ഷമ ചോദിക്കുകയാണ്. എനിക്ക് വീഡിയോ ഓൺ ആക്കുന്നതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഫിസിക്കലി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ വളരെ ടയേർഡാണ്. 2 ദിവസം മുന്നേ നല്ലൊരു യാത്ര ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ക്ഷീണവും സൗണ്ടിനൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ജലദോഷമൊക്കെ പിടിച്ചിട്ടേ. അപ്പം അതിൽ ഞാൻ ആദ്യം തന്നെ ഒന്ന് ക്ഷമ ചോദിക്കുകയാണ്. ആരും ഒന്നും പറയണില്ലല്ലോ. ക്ഷമയില്ലേ? കുഴപ്പമില്ല. ഗോ ഹെഡ്. ഞാൻ വിചാരിച്ചു ക്ഷമ ചോദിച്ചിട്ടും ആരും ഒന്നും മിണ്ടുന്നില്ല, ഞാൻ വീഡിയോ തന്നെ വരണോന്നേ. ഓക്കെ. ഞാന് ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളെല്ലാവരും എത്തി നിൽക്കുന്നത് പുതിയൊരു ദിവസത്തിലാണല്ലേ. ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരു ദിവസമായിട്ട് ആവട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ ആശംസിക്കുകയാണ്. ഇപ്പം വിൻപിളിനോട് ഞാൻ ആദ്യം തന്നെ ഒരു നന്ദി പറയാണ്. കാരണം ഇതെൻ്റെ മോർണിംഗ് സർക്കിളിലെ 2ാമത്തെ ഒരു ക്ലാസ്സാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം തന്നെ നമ്മൾ വേണ്ടത്, അല്ലേ? അപ്പം ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് വീഡിയോയിൽ വരാത്തതിൽ ഭയങ്കര ഒരു സങ്കടമുണ്ട്. ആ വീഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്ഷീണിതമായ മുഖമാണല്ലോ നിങ്ങൾ കാണുക എന്നുള്ളത് കൊണ്ടും ആണ് ഞാനതൊന്ന് മാക്സിമം ഒഴിവാക്കുന്നത്. ഓക്കെ. അപ്പൊ വ്യത്യസ്തതരമായിട്ടുള്ള ടോപ്പിക്കുകളുമായിട്ട് ഓരോ ദിവസവും പുതിയൊരു ദിവസത്തിന് പുതിയൊരു ചിന്തയിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ ഓരോരുത്തരായിട്ട് നയിക്കുന്നുണ്ട്, അല്ലേ? അത്തരത്തില് ഒരു ചെറിയൊരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ എൻ്റെ പേര് ഇന്ദിര. ഞാൻ റെമഡിയൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാണ്. ഒരു ലേണിംഗ് സപ്പോർട്ട് സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ് എൻ്റെ വീട്. ഇനി ഞാൻ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ADHD ഇൻ ഗേൾസ് ആണ്. പലപ്പോഴും നമ്മളധികം ശ്രദ്ധിക്കപ്പെടാതെ പോയതും എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ADHD ഇൻ ഗേൾസ് എന്ന് പറയുന്നത്. പൊതുവെ ADHD എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത്? ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? 1-2 പോയിന്റ്സ്. കുട്ടികൾക്ക് അറ്റൻഷൻ കീപ്പ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ട്, പിന്നെ ഹൈപ്പർ ആക്ടിവിറ്റി, അടങ്ങിയിരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇമ്പൾസിവിറ്റി. യെസ്. താങ്ക് യു മാം. താങ്ക് യു ഓൾ. യെസ്, അല്ലെ? പൊതുവെ നമ്മളുടെ മനസ്സിലേക്ക് ADHD എന്ന് കേൾക്കുമ്പം തീരെ അടങ്ങിയിരിക്കാത്ത ഒരു കുട്ടി, അല്ലെ? ക്ലാസ് റൂമിലാവട്ടെ, വീട്ടിലാവട്ടെ, സൊസൈറ്റിയിലാവട്ടെ, അതേപോലെ തന്നെ ഒരാളായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആ സംസാരത്തിന് ഡിസ്ട്രാക്ഷൻസ് മാക്സിമം അവര് ബോധപൂർവമല്ലാതെ അവരിൽ ഉണ്ടാകുന്നു, അല്ലെ? അതേപോലെ തന്നെ ഫിഡ്ജറ്റിംഗ് മൂവ്മെന്റ്സ്, ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നു, അല്ലെ? ഇത് നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് ആൺകുട്ടികളിലാണ്, അല്ലെ? നമ്മളുടെ മനസ്സിലേക്ക് വരുമ്പം ADHD എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ നമ്മൾക്ക് കൂടുതലായിട്ടും പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത് ആൺകുട്ടികളെയല്ലേ ഓർമ്മയിലേക്ക് വന്നത്? ആണോ? അതെ അതെ അല്ലേ? അതെ അതെ യെസ്. കാരണം പെൺകുട്ടികളുടെ ആൺകുട്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ADHDയുടെ സിംറ്റംസ് കാണപ്പെടുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളുടെ ADHD ഉണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾക്ക് മനസ്സിലാവാതെ പോകുന്നതും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുമുണ്ട്.
അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാതെ പോകുന്നുമുണ്ട്. കാരണം ഇന്ന് കൂടുതലായിട്ടും ADHDയുടെ പഠനങ്ങളൊക്കെ ആൺകുട്ടികളെ ബേസ് ചെയ്തിട്ടുണ്ട് നടത്തപ്പെട്ടിട്ടുള്ളത്. പെൺകുട്ടികള് സൊസൈറ്റിയിൽ നല്ല കുട്ടിയായിരിക്കണം, നല്ല അച്ചടക്കവും ഒതുക്കവും ഉള്ള കുട്ടിയായിരിക്കണം എന്നുള്ള ഒരു ലേബല് അവൾക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവളില് ഇത്തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ സൈലന്റ് ആയിട്ടാണ് ഉണ്ടാവുക. കാരണം ആൺകുട്ടികളിൽ നിന്നും കൂടുതലായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ കൂടുതലായിട്ടും ഫിസിക്കലി എടുത്ത് കാണുക. പെൺകുട്ടികളുടെ അറ്റൻഷൻ പ്രോബ്ലമാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അവരുടെ ഇമോഷണൽ സ്ട്രഗിൾസ് ഒക്കെ ഉള്ളിൽ ഒതുക്കി വെക്കാറുണ്ട് അല്ലെ? ആ ഒരു കാര്യത്തില് നമ്മൾ പെണ്ണുങ്ങൾ ലേഡീസ് ആണ് കൂടുതലെന്ന് തോന്നുന്നു. ഈ ഒരു കാര്യത്തില് നമ്മൾ ലേഡീസ് പ്രത്യേക ഒരു കഴിവ് തന്നെയാണ് അല്ലേ? പല കാര്യങ്ങളും നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാന് അല്ലേ? അല്ലേ? ആരൊന്നും മിണ്ടുന്നില്ല. അതെ അതെ അങ്ങനെയല്ലേ? യെസ് അങ്ങനെയാണ്. നമ്മളുടെ ഇമോഷണൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ തന്നെ ഒതുക്കി വെക്കാറുണ്ട്. മറ്റുള്ളവര് അറിഞ്ഞാല് അതൊരു ബുദ്ധിമുട്ടാകൂ, ഞാൻ അവരുടെ മുന്നിൽ ചെറുതാകൂ എന്നുള്ളൊരു തോട്ട്സ് ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ട്രഗിൾസ് ഒക്കെ അവരുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ, പെൺകുട്ടികളുടെ ഉള്ളിലുണ്ടാകുമ്പോൾ അത് ADHD ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സിംറ്റംസ് നോക്കാം. ഓക്കെ, പൊതുവെ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ടീച്ചേഴ്സ് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ, അതായത് പൊതുവെ പെൺകുട്ടികളുടെ ഇങ്ങനെ പറയാറുണ്ട്, അവളെന്തോ പകൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഈ ലോകത്തൊന്നുമല്ല അവളുള്ളത്. അങ്ങനെ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. യെസ്. അതേപോലെ തന്നെ അവളുടെ ഹോംവർക്ക് ചെയ്യുന്നതിലാവട്ടെ, വീട്ടിലെ ജോലികള്, സ്കൂളിലെ കാര്യങ്ങള്, ഒരു ഹോംവർക്ക് ചെയ്യുന്നതില് ഒക്കെ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടാകാറുണ്ട് അല്ലെ പെൺകുട്ടികളുടെ. അപ്പം ഇത്തരത്തിലുള്ള ഈ ടീച്ചറിന്റെ ഈ ഒരു സംസാരം, അവളൊരു പകൽ സ്വപ്നക്കാരിയാണ് എന്ന് പറയുന്നത് മേ ബി ആ ഒരു പെൺകുട്ടിക്ക് ADHDയുടെ സിംറ്റംസ് ഉള്ളത് കൊണ്ടാകാം. പക്ഷേ അത് ആ ടീച്ചറിന് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് അവിടെയുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. കാരണം ആൺകുട്ടികൾ എന്ന് പറയുമ്പം കൂടുതലായിട്ടും അവർ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ കാണുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പെൺകുട്ടികള് പൊതുവെ സൈലന്റ് ആയിരിക്കും. ഈ സൈലൻസി അവരുടെ എന്ത് ചെയ്യും, അവര് നല്ലൊരു കുട്ടിയാണ്, മറ്റുള്ളവർക്ക് മുന്നിൽ വെൽ ബിഹേവ്ഡ് ആയിട്ടാണ് അവരെന്ത് ചെയ്യുക ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിലുള്ള സ്ട്രഗിൾസ് ഒന്നും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും പറ്റാതെ വരാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കോമൺ സിംറ്റംസ് ഒന്ന് നോക്കാം. പെൺകുട്ടികൾ ADHD ഉള്ള പെൺകുട്ടികളിൽ കാണപ്പെടുന്ന കോമൺ ആയിട്ടുള്ള സിംറ്റംസ് നോക്കാം. അതിനു മുന്നേ ADHD എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷനാണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്നാണ് അതിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ പെൺകുട്ടികളുടെ ആൺകുട്ടികളിൽ നിന്നും കൂടുതലായിട്ടും അറ്റൻറ്റീവ് ആയിട്ടുള്ള ഇൻഅറ്റൻറ്റീവ് പ്രോബ്ലംസ് ആണ്, ഡിഫിക്കൽട്ടീസ് ആണ് കൂടുതലായിട്ട് കാണുക എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒന്നിലും തന്നെ ശ്രദ്ധ കൊടുക്കാൻ പറ്റാതിരിക്കുക. ഒരു 10 മിനിറ്റ് സമയം വരേക്കും അവൾക്ക് ആ ഒരു ടീച്ചർ ആ പഠിപ്പിക്കുന്ന കാര്യത്തിനോട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ ഒന്നിൽ കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുകൾ വരുന്നു. അതേപോലെ തന്നെ സാധനങ്ങൾ നഷ്ടപ്പെടുന്നു. അവളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, പെന്ന്, പെൻസില്, അത്തരത്തിലുള്ള ബുക്ക്, ഫോണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു. ഇതൊക്കെയാണ് ഇന്നറ്റൻറ്റീവ് ടൈപ്പില് പെൺകുട്ടികളുടെ കാണുന്നത്.
ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ടൈപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ കൂടുതലായിട്ടും ADHD ഉള്ള പെൺകുട്ടികളിൽ കൂടുതലായിട്ടും എക്സസീവ് ടോക്കിംഗ് ആയിരിക്കും ഉണ്ടാകുക. റെസ്റ്റ്ലെസ്നെസ്സും ഉണ്ടാകും, ഫിഡ്ജറ്റിംഗ് മൂവ്മെന്റ്സും ഉണ്ടാകും. അതേപോലെ തന്നെ ഒരു വെയിറ്റിംഗ് ടെൻഡൻസി കുറവായിരിക്കും. ഇപ്പം നമ്മളൊരു ക്ലാസ്സിലാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോഴാകട്ടെ അടുത്തത് ഞാനാണ് എന്ന ആ ഒരു വെയിറ്റിംഗ്, ആ ഒരു ടെൻഡൻസി കുറവായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അവർക്ക് അതൊരു വെയിറ്റിംഗ് ടെൻഡൻസി കുറയുന്നത് കൊണ്ട് തന്നെ എടുത്തു ചാടിയിട്ടായിരിക്കും അവരുടെ സംസാരങ്ങളും പ്രവൃത്തികളും ഒക്കെ ഉണ്ടാകുക. ഓക്കെ, അവരുടെ ഇമോഷണൽ റിയാക്ഷൻസും അതേപോലെ തന്നെ പെട്ടെന്നായിരിക്കും ഉണ്ടാവുക. അവരുടെ ഇമോഷണലി അവർ ഒന്നെങ്കിൽ രണ്ട് എക്സ്ട്രീം ലെവലായിരിക്കും പെൺകുട്ടികളുടെ കാണപ്പെടുന്നത്. കാരണം ഒന്നെങ്കിൽ ഏറ്റവും എന്താ പറയുക, അങ്ങേയറ്റം എന്ന് പറയില്ലേ, ഒന്നുകിൽ നമ്മൾ അതുമായിട്ട് അങ്ങനെ ഡീപ്പായിട്ട് പെൺകുട്ടികളുടെ ഇമോഷണലി കാര്യങ്ങൾ ഡീപ്പില് അവർക്ക് ഫീൽ ചെയ്യും. അതല്ലെങ്കിൽ അവർ അതിനെ യാതൊരു മൈൻഡും കൊടുക്കില്ല. ഓക്കെ, ഇനി ഇമോഷണൽ സ്ട്രഗിൾസ് അവർ കൂടുതലായിട്ടും പെൺകുട്ടികൾ ഉള്ളിൽ ഒതുക്കുന്നത് കൊണ്ട് തന്നെ ഡിപ്രഷനും ഉറക്കക്കുറവും അതോടൊപ്പം തന്നെ ആങ്സൈറ്റി, സെൽഫ് എസ്റ്റീം കുറവ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പെൺകുട്ടികൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്നുള്ളത്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൺകുട്ടികളുടെ അവരുടെ സിംറ്റംസ്, ADHD സിംറ്റംസ് ഒക്കെ സൈലന്റ് ആയിട്ടാണ് ഉണ്ടാവുന്നത് എന്നല്ലേ. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് മുന്നിൽ അവരൊരു മാസ്കിംഗ് രീതിയാണ് അവർ യൂസ് ചെയ്യുന്നത്. ഈ മാസ്കിംഗ് രീതി കൊണ്ട് തന്നെ അവരുടെ സ്ട്രഗിൾസും മറ്റുള്ളവർക്ക് മുന്നിൽ വെൽ ബിഹേവ്ഡ് ആയിട്ട് ആവണം എന്നുള്ളതും ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു കുട്ടി എന്നുള്ള ആ ഒരു കാര്യം അവർ എടുത്ത് കാണിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇപ്പോൾ എന്താ പറയാ, അവർക്ക് ശ്രദ്ധ കുറവുണ്ടോ, ഉള്ളിൽ അവർ ഭയങ്കര പ്രഷറിലായിരിക്കും. എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്താൽ എത്രത്തോളം കാര്യങ്ങളിൽ അത് ശരിയായിട്ട് വരുന്നു, എത്രത്തോളം അതിൽ പെർഫെക്ഷൻ കാണിക്കുന്നു, അതിൽ പെർഫെക്ഷൻ കാണിക്കുന്നതിൽ മാത്രമാണ് അവരൊരു ജോലികൾ ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആക്ടിവിറ്റിയിൽ മാക്സിമം അവരെന്ത് ചെയ്യും, പെർഫെക്ഷൻ കൊണ്ടുവരാൻ ശ്രമിക്കും. ഓക്കെ, കാരണം അവർക്ക് മറ്റുള്ളവർ അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിൽ അവർക്ക് ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളുടെ പൊതുവെ ഒരു വളരെ സെൻസിറ്റീവ് ആണ് അവള് എന്നുള്ളതാണ് കൂടുതലായിട്ടും ആ ഒരു പെൺകുട്ടിയെ നമ്മളെല്ലാവരും ലേബൽ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ക്രിട്ടിസൈസം ഉണ്ടാകുന്ന സിറ്റുവേഷൻസിലൊക്കെ അവൾ എന്ത് ചെയ്യും, അത്തരത്തിലുള്ള സിറ്റുവേഷൻസൊക്കെ ഈ ADHD ഉള്ള പെൺകുട്ടികൾ അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹലോ, പോയോ? മനസ്സിലാവുന്നുണ്ട് മാം. ഓക്കെ, ഞാൻ വിചാരിച്ചു എല്ലാരും വിട്ടുപോയോന്നേ. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് നമുക്ക് പെൺകുട്ടികളുടെ ADHD ഉണ്ട് എന്നുള്ളത് പലപ്പോഴും മനസ്സിലാക്കാൻ പോകാതിരുന്നത്? ഇപ്പൊ കുറച്ചു കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, എന്തുകൊണ്ടാണ് നമുക്ക് പെൺകുട്ടികളുടെ ADHD ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയത്? മാം, പറയാം. പെൺകുട്ടികള് സാധാരണയായിട്ട് കുറച്ച് ക്വയറ്റായിട്ടാണ് ഇരിക്കാറുള്ളത്. നമ്മുടെ സമൂഹത്തിൽ അവർക്ക് അങ്ങനെയുള്ള ഒരു പേരാണ്, അതായത് അടങ്ങി ഒതുങ്ങി. അതുകൊണ്ട് അവരങ്ങനെ ഇരിക്കുന്നതായിരിക്കുമെന്നാണ് കോമൺ ആയിട്ടുള്ള ധാരണ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. യെസ്, വെരി ഗുഡ്. അത് തന്നെയാണ് കാരണം. നമ്മൾ ആദ്യമേ പറഞ്ഞു, ആൺകുട്ടികളുടെ കൂടുതലായിട്ടും ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെന്നല്ലേ. അതുകൊണ്ട് തന്നെ അത് നമ്മൾക്ക് കാണാൻ പറ്റും.
പെൺകുട്ടികൾ ഈ സ്ട്രഗിൾസും ഇമോഷണലി അവര് ഉള്ളില് ഭയങ്കര സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ അവര് നല്ലൊരു കുട്ടി എന്നുള്ള ലേബൽ തന്നെയാണ് അവർ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മളുടെ വീട്ടിലായാലും സ്കൂളിലാണെങ്കിലും സൊസൈറ്റിയിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ലേബല് അവൾക്ക് മാറ്റാൻ ഭയങ്കര ഒരു സങ്കടമാണ്. കാരണം അത്രയും എഫേർട്ട് അവൾ എടുക്കുന്നുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ക്രിറ്റിസൈസം ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ നിന്നൊക്കെ അവൾ മാറി നിൽക്കുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ കൂടുതലായിട്ടും പഠനങ്ങൾ നടത്തിയിട്ടുള്ളതും ആൺകുട്ടികളുടെ ADHDനെ കുറിച്ചിട്ടാണ് അല്ലെ. പെൺകുട്ടികളുടെ പഠനങ്ങൾ കുറവാണ്. കാരണം ഈ സൈലൻസി ഉള്ളത് കൊണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ എപ്പോഴാണ് മനസ്സിലാവുന്നതെന്നറിയോ? ആ ഒരു പെൺകുട്ടിയുടെ 20s-ലോ 30s-ലോ 40s-ലോ ആയിരിക്കും. കാരണം അത്രയും സ്ട്രഗിൾസും ഉള്ളില് അവൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവൾ ഭയങ്കര പ്രഷറൈസ്ഡ് ആവുന്നുണ്ട് അല്ലെ. പല കാര്യത്തിനും അവൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവളുടെ ഒരു 20s-ലെത്തുമ്പോഴും 30s-ലെത്തുമ്പോഴോ അല്ലെങ്കിൽ ഒരു 40s-ലെത്തുമ്പോഴോ ആയിരിക്കും അവൾക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ഡിപ്രഷന്, ആങ്സൈറ്റി, അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി തന്നെ ഇമോഷണലി. ഇത്തരത്തിലുള്ള കുട്ടികൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് ഒന്ന് ഓർത്ത് നോക്കൂ. നിങ്ങൾ ഇത്തരത്തിലുള്ള ആളുകൾ, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ആളുകൾ, ഇമോഷണലി അവർ ഉള്ളിൽ അത്രയും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആ ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാകുന്നത് അല്ലെ. അത്തരത്തിലുള്ള ആരെങ്കിലും നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ? ഉണ്ട് മാം. എനിക്കൊരു നിസാവാണ്. ഞാനൊരു ക്ലയന്റ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 35 ഏജ് ഉണ്ടാവും. അപ്പൊ ആൾക്ക് ഈ പറഞ്ഞതുപോലെ ഭർത്താവ് പറയുന്നത് എന്ത് പറഞ്ഞാലും ഈ പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള പൊട്ടിത്തെറിയാണ് കുറഞ്ഞ കാലമായിട്ട് തുടങ്ങിയിട്ടുള്ളത്. ഒന്നും ഒരു കാര്യം അവരോട് പറയാൻ പറ്റില്ല എന്നുള്ളത് ബുദ്ധിമുട്ട്. അപ്പോ ഇത് നമ്മളെ അന്വേഷിച്ച സമയത്ത് ചെറിയൊരു ഇഷ്യൂസ് മതി ആൾക്ക് ഈ പറഞ്ഞതുപോലെ എന്താണ് പരിസര ബോധം ഉണ്ടാവില്ല, എന്താ ചെയ്യണം എന്നുള്ളത്. ചിലപ്പോ കത്തിയൊക്കെ എടുത്തിട്ട് ഈ പുള്ളിക്കാരനെ വെട്ടാൻ വരും എന്നാണ് പറയുന്നത്. പക്ഷെ അത് കുറഞ്ഞ 5 മിനിറ്റൊക്കെ പ്രശ്നം ഉണ്ടാവും. അത് കഴിഞ്ഞാല് ആൾക്ക് പ്രശ്നമൊന്നുമില്ല, സോറിയൊക്കെ വന്ന് പറയും. എനിക്ക് അങ്ങനെ ആ ദേഷ്യം ആ സമയത്ത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ എല്ലാം ആൾക്ക് തന്നെ തിരിച്ചറിയാം. പക്ഷെ ഇത് എങ്ങനെ മാറുന്നുള്ളത് നോക്കുന്ന സമയത്താണ് നമ്മളിപ്പോ സാധാരണ ADHD ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ്. അപ്പൊ അന്വേഷിച്ച അതെ. സമയത്ത് ഈ പുള്ളിക്കാരി ജീവിച്ച് വളർന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ആള് പണ്ടേ ഒരു ഏകദേശം ഒരു SSLC പഠിക്കുന്നത് വരെ ഫ്രണ്ട് സർക്കിൾ ഇല്ല. ആൾ ഫുള്ള് സൈലന്റ് ഏരിയ കൂടി ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ്. ആരോടൊന്നും അങ്ങനെ സംസാരിക്കാറില്ല. വീട്ടുകാരും അങ്ങനെ തന്നെയാണ്. അവളെ വൈറ്റായിട്ട് ജീവിക്കുന്നത്. പഠനത്തിലൊക്കെ ആള് വളരെ ഉഷാറായിരുന്നു. ഒരു വട്ടം ഏതൊരു കമ്പനി ജോലിയൊക്കെ കിട്ടിയിട്ട് ആള് ആ ജോലി എനിക്ക് ഫാമിലി മതി എന്നൊക്കെ പറഞ്ഞ ആള് നല്ലൊരു ഡിസിഷൻ ഒക്കെ എടുത്ത് ഇതിലേക്ക് പോകുന്നു. പിന്നീട് ചെറിയ ചെറിയ ഇതേപോലെ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഈ ഒരു പൊട്ടിത്തെറി ചിലപ്പോ അയാളെ ഹസ്ബൻഡിന് അയാൾക്ക് പറ്റിയിട്ടുണ്ട്. അയാൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ആ ഒരു കൗൺസിലിംഗ് വേണമെന്ന് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്തതാണ് ഈ ഒരു സംഭവം ഈ പറഞ്ഞു. മാം ഇപ്പൊ ഇതുവരെ പറഞ്ഞിട്ട് എല്ലാ സിംറ്റംസും അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ. താങ്ക് യു സോ മച്ച്. അതെ, അത് പലപ്പോഴും പെൺകുട്ടികളുടെ ഈ ഒരു സൈലന്റ് ആയിട്ടാണ് അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്കാണെങ്കിലും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കാരണം ഞാനിത് നമ്മളുടെ ട്രെയിനിങ് ക്ലാസ്സിൽ എടുത്ത സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് എല്ലാവരും എന്നോട് ചോദിച്ചത്. കാരണം എല്ലാവർക്കും അറിയുന്നത് ആൺകുട്ടികളുടെ കാര്യങ്ങൾ മാത്രമാണ്. പെൺകുട്ടികളുടെ അത് അവളുടെ ഒരു സെൻസിറ്റീവാണ് അവള്, അല്ലെങ്കിൽ എന്നുള്ള ആ ഒരു തോട്ട് അതേ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ലേബലാണ് അവൾക്ക് എപ്പോഴും ചാർത്തപ്പെടുന്നത്. ഇനി നേരത്തെ നമ്മൾ ഇത് തിരിച്ചറിഞ്ഞാല് നമുക്ക് ആ കുട്ടിക്ക് സ്വയം നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ അവരുടെ മെന്റൽ ഹെൽത്തും അതേപോലെ തന്നെ ഇമോഷണലി ഹെൽത്തും ഒക്കെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം ഇവിടെ ഒരു അവയർനെസ് ഉണ്ടാകുക എന്നുള്ളതാണ്. അത് നേരത്തെ ഇതാണ് ആ കുട്ടിക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത്.
പലപ്പോഴും ടീച്ചേഴ്സൊക്കെ പറയാറുണ്ട് കുട്ടികളിൽ കാണുമ്പോൾ അവൾക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ അത് അവളുടെ പഠനത്തിൽ അവള് കാണിക്കുന്നില്ല എന്നുള്ളത്, അല്ലെ? ടീച്ചേഴ്സ് പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ പാരൻസ് പറയാറുണ്ട് അവൾ നല്ല ഒരു സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണ്, പക്ഷെ അവൾ അത് അവളുടെ ഉപയോഗത്തിലേക്ക് വരുത്തുന്നില്ല എന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് അവൾക്കത് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത് നമ്മളൊന്ന് അവളോട് ചോദിക്കുക എന്നുള്ളതാണ്. അവളെ മനസ്സിലാക്കി അവളെ അറിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് കൂടുതലായിട്ടും അവൾക്ക് ആ സ്ട്രഗിൾ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഉദാഹരണത്തിന് ഞാനൊരു റെമഡിയൽ ട്രെയിനർ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടികളാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പം 2-3 കുട്ടികളുണ്ട് ADHD ഉള്ള കുട്ടികൾ. അപ്പം ഇവര് എഴുത്തിലാണെങ്കിലും വായിക്കുന്നതിലാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അതേപോലെ തന്നെ ഇമോഷണലി ഭയങ്കരമായിട്ട് എന്താ പറയാ സങ്കടമാണ്. പെട്ടെന്ന് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും എന്താ ഇന്ന് എഴുതിയില്ലേ, ഹോംവർക്ക് എഴുതിയില്ലേ, എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ ഭയങ്കര സങ്കടം. കാരണം അവരതിനെ ആ ചെയ്യാത്ത കാര്യത്തിന് ഇമോഷണലി പെട്ടെന്ന് എന്ത് ചെയ്യാണ്, എന്താ പറയാ, നമ്മള് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അത് എന്നെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു കാര്യം. അപ്പൊ നേരെ മറിച്ചിട്ട് നിനക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ലേ, നിനക്ക് എൻ്റെ സപ്പോർട്ട് വേണമായിരുന്നു, അല്ലെങ്കിൽ നിനക്ക് ആരുടെയും സപ്പോർട്ട് വേണമായിരുന്നു എന്ന ആ ഒരു ചോദ്യം നമ്മൾ അവൾക്ക് കൊടുക്കുമ്പോൾ, അവളുടെ അടുത്തുനിന്ന് നമ്മൾ അവൾക്കൊരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മൾക്ക് വിചാരിച്ച ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും നമ്മൾ അത്തരത്തിലുള്ള കുട്ടികൾ, പെൺകുട്ടികളുടെ കൂടുതലായിട്ട് നമ്മൾ അവർക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുമ്പം മാക്സിമം അവരുടെ എഫേർട്ടിനെ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അവരുടെ ഡെയിലി ലൈഫിൽ അതെങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയാലോ. അക്കാദമിക്കിലാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ടാസ്കുകൾ, അവരുടെ അസൈൻമെന്റ്, ഹോംവർക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുകൾ വരുന്നു. അതുപോലെ തന്നെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുന്നു. ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പല കുട്ടികളും ജനലിന്റെ അടുത്ത് ഇരിക്കും. അപ്പം ജനലിന്റെ അടുത്താണ് ഇത്തരത്തിലുള്ള കുട്ടികളെയൊക്കെ അവരുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എങ്കിൽ ആ കുട്ടിക്ക് എന്ത് വരുന്നു, ഡിസ്ട്രാക്ഷൻസ് പെട്ടെന്ന് തന്നെ വരുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അവളുടെ ഉള്ളിൽ പല ചിന്തകളും ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതേപോലെ സോഷ്യലി അവളെ എല്ലാവരും നോക്കിക്കാണുന്നത് എങ്ങനെയാ, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഫ്രണ്ട്സ് അവളെ മനസ്സിലാക്കുന്നതിൽ ഒരു എന്താ പറയാ ഫോൾട്ട് വരുത്താണ്. കാരണം എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരിക്ക് ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തതോ, അതല്ലെങ്കിൽ ഞാനൊരു സപ്പോർട്ട് കൊടുത്താൽ, അവൾക്കൊരു ധൈര്യം കൊടുത്താൽ, അല്ലെങ്കിൽ ഞാൻ അവളുടെ എഴുത്തിലോ വായനയിലോ അവളെ ഒന്ന് കേൾക്കാൻ ഞാൻ തയ്യാറായെങ്കിൽ ചിലപ്പോൾ ഒരു പരിധി വരെ നമ്മൾക്ക് ആ മാറ്റം, അവളിലുള്ള ഈ ഒരു സൈലന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാറ്റം വരുത്താൻ പറ്റുമെന്നുള്ളതാണ്, അല്ലെ? ഇനി ഇങ്ങനെയൊക്കെയാണ് ഈ പെൺകുട്ടികളിലെ സിംറ്റംസ് ഉള്ളതെങ്കിൽ കൂടി അവരിൽ സ്ട്രെങ്ത്തുകളും ഉണ്ട് കേട്ടോ. കാരണം അവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നല്ലൊരു കഴിവ് തന്നെ ഉണ്ടായിരിക്കും. ഒരു നല്ലൊരു എംപത്തറ്റിക് പേഴ്സണാലിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊരു പകൽ സ്വപ്നം കാണുന്നവരാണെന്നല്ലേ. ടീച്ചേഴ്സ് പലപ്പോഴും ഇത്തരത്തിലുള്ള കുട്ടികളെ പറയാറുണ്ട് പകൽ സ്വപ്നം കാണുകയാണെന്ന്. അത്തരത്തിലുള്ള കുട്ടികൾ ചിലപ്പം അവര് വേറെ എന്തെങ്കിലും ആയിരിക്കാം ചിന്തിക്കുന്നത്. നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് അവരതിൽ എന്ത് ചെയ്യുന്നു, വിജയം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നല്ലൊരു പ്രോബ്ലം സോൾവിങ് സ്കില്ലുകൾ അവരുടെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നല്ലൊരു ഇമാജിനറി കഴിവ് അവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്ക് വീട്ടിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു
റുട്ടീൻസ് അവർക്ക് എന്ത് ചെയ്ത് നോക്കാം, ഉണ്ടാക്കി കൊടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് ഒന്നിൽ കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് അവർക്ക് ഫോളോ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുകളുണ്ട്. അവരുടെ ടാസ്കുകൾ അവർക്ക് മൾട്ടിപ്പിൾ ടാസ്കുകൾ ചെയ്യുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ടെന്നല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ടാസ്കുകളൊക്കെ എന്ത് ചെയ്യാം, അവർക്കൊന്ന് ചെറിയ ചെറിയ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അതേപോലെ തന്നെ ഓരോ ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ അതിന് എക്സ്ട്രാ ടൈം നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അവളുടെ റിസൾട്ടിനെ നമ്മൾ നോക്കാതെ അവൾ എടുക്കുന്ന ആ ഒരു എഫേർട്ടിനെ മാത്രം നോക്കി കാണുമ്പോൾ അത് അവരിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം അവർക്ക് റിസൾട്ടിനേക്കാളും നമ്മൾ അവരുടെ എഫേർട്ടിനെ അഭിനന്ദിക്കുമ്പോൾ അത് അവരിൽ ഉണ്ടാക്കും ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. ഞാൻ എൻ്റെ ഒരു എഫേർട്ടിനെ എല്ലാവരും കണ്ടല്ലോ എന്നുള്ളത്. പലപ്പോഴും ആരും എഫേർട്ട് കാണൂല, റിസൾട്ട് മാത്രം നോക്കി കാണും, അല്ലെ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ജഡ്ജ്മെന്റും കൂടാതെ അവളുടെ ഇമോഷണൽ കാര്യങ്ങൾ നമ്മളുമായിട്ട് തുറന്നു പറയാനുള്ള ഒരു സ്പേസ് നമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതേപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റുകൾ കൊടുക്കാം. അവൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ നമ്മൾക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് അഭിനന്ദനങ്ങൾ കൊടുക്കാം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾക്ക് എപ്പോ ഒരു ഇമോഷണലി സപ്പോർട്ട് വേണോ അത് നമ്മൾക്ക് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ പ്രൊവൈഡ് ചെയ്യാം. അത് ഈ അവര് തന്നെ പറയണമെന്നില്ല, നമ്മൾക്ക് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, അവൾക്കത് അവിടെ വേണോ, അപ്പൊ അത് അവിടെ കണ്ടറിഞ്ഞ് തന്നെ നമ്മൾക്ക് ആ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം നമുക്ക് അവൾക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി നമ്മളുടെ കൈകളിൽ ഒന്നും ഒതുങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റിനെ കാണിച്ച് വേണ്ടുന്ന തെറാപ്പികൾ കൊടുക്കാം. കൂടുതലായിട്ടും CBT, ബിഹേവിയറൽ തെറാപ്പി ഒക്കെ ഇത്തരം കുട്ടികളുടെ അവർക്ക് കൊടുക്കുമ്പം കൂടുതലായിട്ടും ഒരുപാട് മാറ്റങ്ങൾ കാണാറുണ്ട്. കാരണം അവരുടെ ചിന്തകളിൽ വരുന്ന മാറ്റങ്ങൾക്ക് അത് അവരുടെ എന്ത് ചെയ്യുന്നു, വർക്കിലേക്ക് മാറുന്നു എന്നുള്ളതാണ്, അല്ലെ. അതേപോലെ തന്നെ നമുക്ക് അവർക്കൊരു നല്ലൊരു ലൈഫ് സ്കില്ല് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. പാരൻസിനായാലും ടീച്ചേഴ്സിനാണെങ്കിലും നല്ലൊരു അവയർനെസ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ്. എനിവേ, ADHD ഉള്ള പെൺകുട്ടികളിൽ അവള് ഒരിക്കലും ഒരു കഴിവില്ലാത്തവളോ അല്ലെങ്കിൽ ഒന്നിലും അവൾക്ക് ചെയ്യാൻ പറ്റാത്തതോ അല്ല. അവൾക്ക് വേണ്ടുന്ന നല്ലൊരു സപ്പോർട്ട് കൊടുത്ത് അവളെ നമ്മൾ നന്നായിട്ട് അവളെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടിങ് സിസ്റ്റം അവൾക്ക് ചുറ്റും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവളിൽ നിന്നും നമ്മൾ വിചാരിക്കുന്നതിലേറെ അവളുടെ ഭാവി ഉഷാറാകുമെന്നുള്ളതാണ്. ഇനി ഞാൻ എൻ്റെ ഒരു കുഞ്ഞ് എക്സ്പീരിയൻസ് പറയാം. ഈ ഒരു സിംറ്റംസ്, ഈ ADHD ഇൻ ഗേൾസ് എന്ന ഒരു ടോപ്പിക്ക് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലെ പല സിംറ്റംസും നമ്മളിൽക്കും ഉണ്ടായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ. അപ്പം പലപ്പോഴും എനിക്ക് ഷുവറാണ് ഈ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടെയുള്ള ആരെങ്കിലും ഒരാളുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും എന്നുള്ളത്. ഇനി എന്നിലും ഇത്തരത്തിലുള്ള ഒരു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം പലപ്പോഴും നമ്മളുടെ ഉള്ളിലൊക്കെ പല കാര്യങ്ങളും നമ്മൾക്കത് പുറത്തു പറയാൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ അത് എത്രത്തോളം ശരിയാകും എന്നുള്ളത് കൊണ്ടോ നമ്മൾ പലപ്പോഴും അത് ഉള്ളിൽ തന്നെ വെക്കും, അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ഓരോ കഴിവുകൾ നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മളുടെ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നൊരാൾ പറഞ്ഞാൽ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ ആ ഒരു ഇഷ്ടപ്പെട്ട ഏരിയയിലേക്ക് വരുമെന്നുള്ളതാണ്. ഓക്കെ. അപ്പം
ADHD ഉള്ള ഒരു പെൺകുട്ടി നമ്മൾ അവളെ കൂടുതലും മനസ്സിലാക്കി അവളെ അറിഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. അപ്പം ഇതുവരെ നമ്മൾക്ക് അറിയാൻ പറ്റിയിട്ടില്ല എങ്കിൽ കൂടി ഇനി അങ്ങോട്ട് നമ്മളുടെ കൂടെയുള്ള ഓരോ ആളുകളെയും ശ്രദ്ധിച്ച് അവർക്ക് എന്ത് പ്രയാസങ്ങളുണ്ട് നമ്മൾക്ക് അത് ഏത് രീതിയിലെങ്കിലും മാറ്റി കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾക്ക് നല്ലൊരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടാക്കി കൊടുത്താൽ അവള് ചിലപ്പോൾ നമ്മളെക്കാൾ അവളുടെ ജീവിതം അവളുടെ കരിയർ അവൾ എന്ത് ചെയ്യും, ഷൈൻ ചെയ്യുമെന്നുള്ളതാണ്. പൊതുവെ ADHD ഉള്ള കുട്ടികളുടെ നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അവരെ നമ്മൾ എപ്പോഴും പഠിക്കുന്നതിലാണ് കൂടുതലായിട്ട് നോക്കുക, പക്ഷെ അവരുടെ സ്കില്ലിൽ ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കൂല എന്നുള്ളതാണ്. നമുക്ക് അവരുടെ ഉള്ളിലുള്ള ആ സ്കില്ല് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയാൽ ആ സ്കില്ലിനനുസരിച്ച് കാര്യങ്ങൾ നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഫലവത്തായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം ഈ ഒരു സെഷൻ നല്ല സ്നേഹപൂർവം ശ്രദ്ധാപൂർവം കേട്ട് നിങ്ങൾ ഏവർക്കും ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങളുടെ ഫീഡ്ബാക്കും എന്നിലുള്ള പോരായ്മകളും ഒക്കെ ഞാൻ നല്ല തുറന്ന ഹൃദയത്തിൽ എന്താ പറയാ, ഞാൻ തുറന്ന മനസ്സോടെ നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പം ഓൾ ആർ വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് സർ. ഞാൻ ഈ ടോപ്പിക്ക് മാം എന്നോട് ചോദിച്ചിരുന്നു, ഈ ടോപ്പിക്ക് നമുക്ക് കൊടുത്താൽ എന്താവും എന്നുള്ളത്. ഞാൻ പറഞ്ഞു മാമിന്റെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. മുമ്പ് ഈ ടോപ്പിക് സെലക്ട് ചെയ്യുന്ന സമയത്ത് മാം എന്നോട് ചോദിച്ചിരുന്നു. അപ്പോ അതെ, കാരണം ഈ ഒരു ടോപ്പിക് എന്നത് ആരും എവിടെയും ചർച്ച ചെയ്യാത്ത ഒരു വിഷയമാണ്. കാരണം ഒരു ഫ്രീ വെബിനാറുകളോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു പെയ്ഡ് കോഴ്സുകളൊന്നും ഈ ഒരു പെൺകുട്ടികളെ കേസ് വരുന്നില്ല. കാരണം ഈ ഒരു പെൺകുട്ടിന്റെ ഈ ഒരു വിഷയം വിശദമായിട്ട് ഞാൻ ഇവിടെ വിശദമായിട്ട് പറഞ്ഞു, നല്ലൊരു സെഷൻ ആയിരുന്നു. പക്ഷെ അതുപോലെ മാം അവസാനത്തെ ഈ ഒരു കൺക്ലൂഷൻ, ഈ ഒരു ഇതുവരെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം, അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രെസ് ഉള്ള ലൈഫിൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക, ജോലി സമ്മർദ്ദം ഉണ്ടാവും, ഫാമിലിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാവും, കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമുക്ക് നമ്മുടെ ആ ADHD ബ്രെയിൻ സിസ്റ്റം നമുക്ക് എന്തെങ്കിലും നമ്മളെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു എൻക്വയറി നടത്തുന്നത് നല്ലതാണ്. ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ പൊട്ടിത്തെറിക്കാറുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സൈലന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു, ഇമോഷൻസ് ഒക്കെ നമുക്ക് പുറത്ത് പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ. ഇതിൽ സാധാരണ നമുക്ക് സൈക്കോളജിയിൽ ഒരു വാക്കുണ്ട്, മാസ്കിംഗ് കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ADHD ഉള്ള പെൺകുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ ഇമോഷൻസിനെ പൂർണ്ണമായിട്ടും ഉള്ളിൽ ഒതുക്കും. പറഞ്ഞ ഒരുപാട് മാം ഈ ഒരുപാട് സിംറ്റംസുകൾ പറഞ്ഞു. പ്രധാന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കാര്യം ആ കുട്ടീനോട് പറയാണ് നീ പഠിക്കുക എന്നുള്ള ആ ഭാഗങ്ങൾ ശ്രദ്ധിക്കാതെ മറ്റൊരു ജോലിയിലേക്ക് മാറുന്നു. പെട്ടെന്ന് തന്നെ ബുക്ക് എടുക്കാൻ പറഞ്ഞാൽ ആ പെൺകുട്ടി നേരെ ചെയ്യുന്നത് വേറൊരു ഗെയിംസ് കളിക്കാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ആക്ടിവിറ്റിയിലേക്ക് പോകുന്നു. കാരണം പറയുന്ന ആ ഭാഗം കുട്ടി ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇപ്പൊ ചീത്ത പറയുകയാണെങ്കിൽ കുട്ടി തല താഴ്ത്തി സൈലന്റ് ആയിരിക്കുക. പക്ഷെ ലൈഫ് ലോങ് ചിലപ്പോൾ ആ കുട്ടി അങ്ങനെ തന്നെ ആയിരിക്കും, ഒരു മാറ്റങ്ങളും ഉണ്ടാവില്ല. ഇതേപോലെ അപ്പൊ നമ്മുടെ ലൈഫിൽ തന്നെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഇങ്ങനത്തെ ആളുകളുണ്ട്, നമ്മുടെ പെങ്ങന്മാരുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ വൈഫ് പാർട്ട്ണർ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും പല സാഹചര്യങ്ങളിൽ. പക്ഷെ അതൊന്നും വലിയ കുറവുകളായിട്ട് കാണാൻ പറ്റില്ല. ഇപ്പൊ ഇത് ഇന്നത്തെ ഈ ഒരു മനസ്സിലാക്കിയിട്ട് നേരെ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ADHD ഉണ്ടോ, നിന്നെ ഞാൻ ചെക്ക് ചെയ്യട്ടെ, നിന്റെ സ്വഭാവം എങ്ങനെയാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോ ഈ ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാകാതെ നമ്മുടെ പാർട്ട്ണർ ഇങ്ങനെ ഒരു ഇമോഷണൽ സിസ്റ്റം അവിടെ അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം, ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഇന്റർവെൻഷൻ മാത്രം നമുക്ക് ചിലപ്പോ ആൺകുട്ടി ഒരു ഹൈപ്പർ ആക്റ്റീവ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസ് മാം CBTയിലുണ്ട്, ബിഹേവിയർ തെറാപ്പിയിൽ മോഡിഫിക്കേഷൻസിലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിലുപരി നമ്മൾ കൊടുക്കുന്ന ഒരു ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞത് മെന്റലി സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് അവർക്ക് കിട്ടുക എന്നുള്ളതാണ് എപ്പോഴും. കാരണം ഇങ്ങനത്തെ പെൺകുട്ടികൾ നമ്മൾ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കാൻ അവർക്ക് ശ്രദ്ധ കിട്ടുന്നില്ല, അവർ ഓടിച്ചാടി കളിക്കൊന്നുമില്ല. പക്ഷെങ്കിൽ ആ ഒരു ശ്രദ്ധ കിട്ടുന്നില്ല, അവര് പെട്ടെന്ന് വെച്ചപ്പോ അവര് വേറെ പ്രവൃത്തിയിൽ പോകും. കാരണം എന്താണ്, ചെയ്യുന്ന ജോലി ഒരിക്കലും അവർക്ക് കംപ്ലീറ്റ് ആവുന്നില്ല. അതേപോലെ ചില വീട്ടിലെ സ്ത്രീകൾ കണ്ടിട്ടില്ലേ, അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിയായിരിക്കും, അവരെ ജോലി തീരുന്നില്ല. അവർക്ക് ADHD ഉണ്ട് എന്നല്ല,
പക്ഷെ ഒന്ന് തുടങ്ങി വെച്ച് അത് കംപ്ലീറ്റ് ആക്കുന്നില്ല. ഒന്ന് തുടങ്ങി വെച്ച് മറ്റതിലേക്ക് പോകുന്നു. അത് അവർ, കാരണം അവരുടെ ലൈഫ് ബാക്കപ്പ് ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ആ ലൈഫിന്റെ ആ ഒരു സ്റ്റൈലൊക്കെ ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും. അത് വലിയ കുറവായിട്ട് ഞാൻ പറയല്ല. നമ്മുടെ ചുറ്റുപാട് ഇങ്ങനത്തെ ആളുകൾ ഉണ്ട് എന്നുള്ളത് ഈ ഒരു സെഷനോട് കൂടി നമുക്കൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. വളരെയധികം നല്ലൊരു സെഷൻ ആയിരുന്നു. പ്രത്യേകിച്ചും ഞാൻ ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. കാരണം ഞാൻ അന്ന് സാറുമായിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് എന്നോട് ഒന്ന് രണ്ട് ആൾക്കാർ ചോദിച്ചു. ഞാൻ ശരിക്കും ഈ ടോപ്പിക് ശരിക്കും കണ്ടത് ഫേസ്ബുക്കിൽ നിന്നാണ്. അപ്പോൾ ശരിക്കും അത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ ഈ ഒരു കാര്യം മറ്റുള്ള ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിച്ച സമയത്ത് ഞാൻ എല്ലാവരും എന്നോട് ചോദിച്ചത് അങ്ങനെയൊക്കെ പെൺകുട്ടികളുടെ ADHD ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ പെൺകുട്ടികളുടെ ADHD ഉണ്ടാകൂലേന്ന്. കാരണം പൊതുവെ ഞാൻ അതാണ് ക്ലാസ്സിൽ ആദ്യം ചോദിച്ചത്. പൊതുവെ ആൺകുട്ടികളുടെയിലാണ് ADHDയുടെ സിംറ്റംസും കാര്യങ്ങളും ഒക്കെ. നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ആൺകുട്ടികളെയാണ്. പെൺകുട്ടികളെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ലേബലിങ് നമ്മളാണ് കൊടുത്തിട്ടുള്ളത്. ഏത് ലേബലിങ്? പെൺകുട്ടികൾ അടങ്ങി ഒതുങ്ങി ഇരിക്കണം, നന്നായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരുമായിട്ടും വെൽ ബിഹേവ്ഡ് ആയിരിക്കണം, അവൾ അവളുടെ സ്ട്രഗിൾസ് ഒക്കെ ഉള്ളിൽ ഒതുക്കണം എന്നുള്ളത് ആ ഒരു ലേബൽ നമ്മൾ കൊടുത്തത് കൊണ്ട് തന്നെ പെൺകുട്ടികളുടെ ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അന്നൊരു സംശയം സാറുമായിട്ട് ഡിസ്കസ് ചെയ്തത്. കാരണം ശരിക്കും അതുണ്ടോ എന്നുള്ളത്. കാരണം മറ്റുള്ളവരൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ എനിക്കും അതൊരു ഉള്ളിലൊരു ഡൗട്ടായി, ഈ സാധനം ഇല്ലേ. അത് ഞാൻ പറഞ്ഞു ഉണ്ടാകും, നമ്മളൊന്ന് എടുത്ത് നോക്കാണ്. അപ്പൊ പിന്നെ സാറിന്റെ ആ ഒരു സപ്പോർട്ട് കിട്ടിയപ്പം പിന്നെ ധൈര്യമായി എടുക്കാൻ ക്ലാസ്, ഈ ഒരു ടോപ്പിക് എടുക്കാൻ. കാരണം അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ ഉള്ളിൽ വരെ ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഞാൻ പഠിച്ച സമയത്ത് നമ്മളുടെ ഉള്ളിൽ വരെ എന്ത് വരുന്നുണ്ട്, ഈ ഒരു സിംറ്റംസുകളൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളുടെ അതിന്റെ തുടക്കത്തിൽ കാണാത്തത് കൊണ്ട് തന്നെ അവരുടെ 20s-ലോ 30s-ലോ ഒക്കെ ആയിരിക്കും അത് കൂടുതലായിട്ടും കാണുന്നത്. കാരണം അവരുടെ ലൈഫ് ശരിക്കും അവര് ആ ലൈഫിലേക്ക് അങ്ങോട്ട് കടക്കുമ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും അല്ലെ. കരിയറിലും വീട്ടിലും എല്ലാം ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ സ്ട്രഗിൾസ് ഒക്കെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി ഒതുക്കി അവസാനം അതൊരു പൊട്ടിത്തെറിയിലേക്കാണ് കൂടുതലായിട്ടും കാണപ്പെടാറുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും അമ്മമാര് കുട്ടികളോട് എന്താ പറയാ, ഹലോ യെസ്, കേൾക്കാം കേൾക്കാം. കേൾക്കുന്നുണ്ട് മാം. മാം പോയി തോന്നുന്നുണ്ട് കേട്ടോ. അതാ കട്ടായി പോയി തോന്നുന്നു, കാണുന്നില്ല. പെട്ടെന്ന് ഞാൻ പോലും അറിയാണ്ട് ഇതായി പോയി, എക്സിറ്റ് അടിച്ചു എന്നുള്ളതാണ്. ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ആ നേരത്തെ ഞാൻ പറഞ്ഞതേ, പലപ്പോഴും നമ്മളുടെ ഇപ്പൊ എന്റെ ഉള്ളിലൊക്കെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മളുടെ ഈ ഒരു പെൺകുട്ടികൾ അവരുടെ ലൈഫിലേക്ക് അങ്ങോട്ട് കടക്കുമ്പോഴാണ് ഈ ഒരു ബേൺ ഔട്ടൊക്കെ കൂടുതലായിട്ടും കാണുന്നത്. അപ്പോഴാണ് അത് ADHD ആണോ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെങ്ങനെ ലേബൽ ചെയ്യുന്നത് നല്ലവളാവണം എന്നുള്ളതാണ്. പക്ഷെ എങ്ങനെ ആവണം എന്നുള്ളത്, എവിടെ തുടങ്ങണം എന്നുള്ളതും നമുക്കൊരു ഐഡിയ കിട്ടാത്തത് കൊണ്ടാണ്. അപ്പൊ എനിവേ ഈ ഒരു ടോപ്പിക്ക് എനിക്ക് സ്വയം എന്നെ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇനി നിങ്ങൾ ഏവരുടെയും നിസാം സാറിന്റെ അനുഭവം നിസാം സാർ പറഞ്ഞു, അതേപോലെ തന്നെ നിങ്ങളുടെ ഏവരുടെയും അനുഭവത്തിലേക്കാണ് ഞാൻ കൂടുതലായിട്ടും നോക്കുന്നത്. കാരണം നമ്മൾക്ക് ഓരോരോ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് അറിവുകൾ കിട്ടുമല്ലോ. ഹലോ അൻസർ സർ പോയോ? കേൾക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളതേ,
ഫീഡ്ബാക്കുകൾ പറയും. എന്തായാലും വളരെ നല്ല സെഷൻ ആയിരുന്നു. ഞാന് മാം പറയുമ്പോഴേ ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് ചാണക്യൻ എഴുതിയ പുസ്തകം വായിച്ചത്. ചാണക്യന്റെ ഒരു ശ്ലോകമുണ്ട് സ്ത്രീകളെ കുറിച്ച് പറയുന്നത്. അതെ, ഞാൻ സ്ത്രീ വിരോധി ഒന്നുമല്ല. സ്ത്രീകളുടെ ദോഷ സ്വഭാവത്തെ കുറിച്ചിട്ട് ഒരു അടിസ്ഥാനപരമായിട്ട് കുറച്ച് ദോഷ സ്വഭാവങ്ങളുണ്ട് സ്ത്രീകൾക്ക്. അതിനെക്കുറിച്ച് ചാണക്യൻ BC 300കളിൽ എഴുതിയ കാര്യമാണ്. അതായത് അനർദ്ധം സാഹസം മായ മൂർഖത്വം അതിലുബ്ധത അശൗചത്വം നിർദ്ദയത്വം സ്ത്രീണാം ദോഷ സ്വഭാവജ എന്നാണ്. അതായത് സ്ത്രീകള് കളവ് പറയുക, ചിന്തിക്കാതെ പ്രവർത്തിക്കുക, മണ്ടത്തരവും അത്യാർത്ഥിയും കാണിക്കുക, ഇത്ര കാര്യങ്ങൾ സ്ത്രീകളുടെ അടിസ്ഥാന ദോഷ സ്വഭാവങ്ങളാണ് എന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ മാം പറഞ്ഞപ്പോ ഈ പെട്ടെന്ന് ഈ എടുത്തുചാട്ടം ഇതൊക്കെ ഞാൻ അതിലേക്കാണ് കണക്ട് ചെയ്തത്. അത് ശാസ്ത്രീയപരമായിട്ട് പറഞ്ഞു വന്നപ്പോൾ അത് ADHD ആയി മാറി എന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി. എന്തായാലും വളരെ നല്ല സെഷൻ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ സ്ത്രീകള് ഈ ഇടയ്ക്ക് എടുത്തുചാട്ടം വരുന്ന കേസ് എനിക്കൊരു നല്ലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഇതുപോലെ ഞാൻ ഒരിടത്ത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാള് വട്ടം ഇങ്ങനെ ക്രോസ് ചെയ്യും. അപ്പൊ ഞാൻ ബ്രേക്ക് ചവിട്ടി. അപ്പൊ എന്റെ ബാക്കിൽ വന്നിട്ട് ഒരു സ്ത്രീ ഇതുപോലെ വന്നിട്ട് മുട്ടി. കാര്യമായിട്ടൊന്നും പറ്റിയില്ല. വണ്ടി വന്നിട്ട് അവര് ബ്രേക്ക് പിടിച്ചെങ്കിൽ കൂടി എന്റെ ബാക്കിൽ വന്നിട്ട് ഇടിച്ചു. ഇവര് വന്നിട്ട് ഭയങ്കര റേസ് ആവല്. നിന്നെ വണ്ടി എന്ന് നിർത്തി അതാ ഇതാന്ന് പറഞ്ഞിട്ട് ഭയങ്കര റേസ്. അപ്പൊ നമ്മളവര് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടൊന്നും രക്ഷയില്ല. അപ്പൊ നമ്മളത് സംഭവം വിട്ടു, അവർക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ പതിയെ വണ്ടി ഒന്ന് നൈസായിട്ട് വീണിട്ടുണ്ടായിരുന്നു. അത് എടുത്തൊക്കെ പൊക്കിയൊക്കെ കൊടുത്ത് അവരെ സമാധാനിപ്പിച്ച് വിട്ടു. പക്ഷെ എന്നാലും ആ സമയത്ത് നമ്മളവിടെ അവരായിട്ട് വാദിച്ച് ജയിക്കാതെ നമ്മൾ ജയിക്കൂല. ഇത് മനസ്സിലാക്കിയത്, ഇത് നേരത്തെ കൂട്ടി നമ്മൾ മനസ്സിലാക്കി വെച്ചത് കൊണ്ട് അത് വളരെ മാന്യമായ ഭാഷയിൽ അത് ഒഴിവാക്കി വിട്ടവര്. അപ്പൊ ഇതെല്ലാം അതിലേക്ക് കണക്ട് ആയി വന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ അത് അവരുടെയും ADHD പ്രശ്നമായിരിക്കും അല്ലേ മാം? അതെ അതെ, പറയാൻ പറ്റില്ല. കാരണം ആ സ്ത്രീയുടെ ഉള്ളില് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. കാരണം അവിടെ സാറ് പറഞ്ഞ പോലെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഹാൻഡിൽ ചെയ്യാനേ പറ്റുള്ളൂ. കാരണം നമ്മളവിടെ കൂടുതൽ നന്നാക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ അവിടെ ഒരു പൊട്ടിത്തെറി ഓൾറെഡി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അത് കൂടുതലാണ്ട് കുറഞ്ഞു വരില്ലല്ലോ. എനിവേ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സാറിൻ്റെ ഒരു അനുഭവം ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തതിൽ ഒരുപാട് നന്ദി സർ. താങ്ക് യു. എന്തായാലും വളരെ നല്ല സെഷൻ ആയിരുന്നു. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങള് നമുക്ക് പുറം ലോകം അറിയാനുണ്ട് ശരിക്കും. എന്തായാലും നടത്തിയതിന് നല്ല സെഷൻ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു അവയർനെസ് സെഷൻ ആയിരുന്നേ. കൂടുതൽ ഇതിനെപ്പറ്റി നമ്മളൊന്നൊന്ന് ചിന്തിക്കാനും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നമ്മൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ കൂടി കടന്നുപോയ കൂടെ പഠിച്ച ആൾക്കാരുടെയും അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ചില കേസസിലൊക്കെ ഇങ്ങനെയും കൂടെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നുള്ള ഒരു അവയർനെസ് കൂടുതലായിട്ട് തരാൻ പറ്റി. നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം, താങ്ക് യു സൂസൻ മാം, താങ്ക് യു സോ മച്ച്. അത് തന്നെയായിരുന്നു ഞാനും ഉദ്ദേശിച്ചത്. കാരണം എനിക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ കിട്ടിയപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പം മോർണിംഗ് സർക്കിളിൽ സജന മാം നമ്മൾക്ക് ഡേറ്റ് ഇടുമ്പം ഞാൻ ഈ ടോപ്പിക് ആയിരുന്നു ഫസ്റ്റ് തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ രാവിലെ കൂടുതലായിട്ടും ഇതിൽ കാണുന്നത് സ്ത്രീകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഒരു ADHDയുടെ സിംറ്റംസ് ആണോ അല്ലെങ്കിൽ എന്നിലുണ്ടായിരുന്നത് ADHD ആയിരുന്നോ, എന്താണ് ഒരു സപ്പോർട്ട് അവിടെ എനിക്ക് കിട്ടേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇനി എനിക്ക് എത്രത്തോളം മാറാൻ സാധിക്കും. ഇതുവരെ നമ്മളുടെ പ്രത്യേകിച്ച് മാറ്റങ്ങൾ വന്നിട്ടില്ലെങ്കിലും ഇനി അങ്ങോട്ടേക്ക് എന്ത് പുതിയൊരു മാറ്റം നമ്മൾക്ക് സ്വയം കൊണ്ടുവരാനും അല്ലെങ്കിൽ നമ്മളുടെ കൂടെയുള്ള ആളുകളെ നമ്മൾക്കൊന്ന് മനസ്സിലാക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാനും
സാധിക്കണം എന്നുള്ളത് ഒരാഗ്രഹം, ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് മറ്റുള്ളവർക്ക് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം, അതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയാ, എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു സങ്കടമുണ്ട്, കാരണം എൻ്റെ വോയിസിൽ ഭയങ്കര ക്ഷീണമാണ് എനിക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു നല്ലൊരു രീതിയിലുള്ള ക്ലാസ് ആണോ എന്ന് ഇല്ല, എനിക്ക് അതൊന്നും തോന്നിയിട്ടില്ല. നല്ലൊരു സെഷൻ ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എടുത്ത അതേ ഫീലിങ്സ് നമുക്ക് ഉണ്ടായിരുന്നു. കാരണം പൊതുവെ മാമിന്റെ വോയിസ് തന്നെയാണ് ഈ ക്ലാസിന്റെ പവർ എന്ന് തോന്നുന്നു. വളരെ സ്മൂത്ത് ആയിട്ട് പോയി. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു സ്മൂത്ത് ആയിട്ട് അങ്ങനെ ഒരു ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ പോവുക എന്നുള്ളത്. അല്ലാണ്ട് നമ്മൾ സാധാരണ ഒരു സൈക്കോളജിക്കൽ ക്ലാസ് എടുക്കുമ്പോൾ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു പൊടിയും തൊങ്ങലൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു എനർജറ്റിക്. പക്ഷെ ഇത് ഒരു ഒഴുക്കിനനുസരിച്ച് അങ്ങനെ ഒരു താളം പോലെ പോവുക എന്നുള്ളതാണ്. ഏതായാലും വളരെ രസമായിരുന്നു. ബാക്കിയുള്ളവരുടെ ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ മനസ്സിലായിക്കോളും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്, താങ്ക് യു. എല്ലാവരും പറഞ്ഞ പോലെ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. ഇത് നമ്മൾ എസ്പെഷ്യലി വളരെ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ടോപ്പിക്, ADHD ഇൻ ഗേൾസ് എന്ന് പറഞ്ഞാൽ. ശരിയാണ്, നമ്മൾ അങ്ങനെ അധികം ശ്രദ്ധിച്ചിട്ടില്ല അതിനെക്കുറിച്ച്. എപ്പോഴും ബോയ്സിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇപ്പൊ മാം പറഞ്ഞ പോലെ ഇപ്പൊ ഞാനും റീതിങ്ക് ചെയ്യാൻ തുടങ്ങി, നമുക്ക് ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടോ, എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ. അപ്പൊ ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ സൊസൈറ്റി ഒരുപാട് ഫോർവേഡാണ്, ഈ വക കാര്യങ്ങളിലൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ കാലത്തൊന്നും ആരും ഇതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല, ഒന്നും പറഞ്ഞു തരാനുണ്ടായിട്ടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അക്കാലങ്ങളിലൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പിള്ളേരായാലും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സൊസൈറ്റി കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് അവയറാണ്. അപ്പം നിങ്ങളെപ്പോലെ ഉള്ളവരൊക്കെ ഇങ്ങനെ നമുക്കൊക്കെ ഒരുപാട് പറഞ്ഞു തരുമ്പോഴും അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഇത് കൺവേ ചെയ്യുമ്പോഴും വളരെയധികം ഉപകാരം ചെയ്യും. അത് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സെഷനായിരുന്നു. ഇങ്ങനെ ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചതിൽ അഭിനന്ദിക്കുന്നു. താങ്ക് യു. താങ്ക് യു അംബിക മാം, താങ്ക് യു സോ മച്ച്. നമ്മൾ ഓരോ ടോപ്പിക്ക് മുന്നിലേക്ക് എത്തിക്കുമ്പം അത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമ്പം നമ്മൾ അതിലൊരു വിജയം കണ്ടെത്താൻ പറ്റി എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ ഒരു സെഷനിൽ ഞാനും ജയിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഓരോ ഫീഡ്ബാക്ക് എനിക്ക് ഭയങ്കര വളരെ പെക്യുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെ. അതായത് ADHD ഇൻ ഗേൾസ് എന്ന് അങ്ങനെ ആരും കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. മിക്കവാറും ബോയ്സിന്റെ കാര്യമാണ് പറഞ്ഞു കണ്ടിട്ടുള്ളത്. എനിക്കും പരിചയമുള്ളത് ബോയ്സിന് തന്നെയാണ്. ഗേൾസ് അത്ര അതുകൊണ്ടായിരിക്കാം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ശരിയാണത്. നമ്മൾ പിന്നീടൊക്കെ ആയിരിക്കും അതിനെക്കുറിച്ച് അവെയർ ആവുന്നത്. അതെ അതെ, നമ്മളത് ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളെ പോലെയുള്ളവർക്കൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയിപ്പോയി ഇതൊക്കെ മനസ്സിലാക്കാൻ. ഇപ്പൊ ഞാനൊക്കെ ഇന്ന് പഠിപ്പിക്കുന്ന കാലത്തും സർവീസിലുള്ള സമയത്തൊന്നും, ഞാനിപ്പോൾ റിട്ടയർ ആയിട്ട് 3 കൊല്ലം കഴിഞ്ഞു. ഇപ്പോഴാണ് ഞാൻ വിചാരിക്കണത്, അയ്യോ അന്നൊക്കെ ഇതൊക്കെ അറിഞ്ഞില്ലല്ലോ, നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ എന്നൊക്കെ തോന്നിയിരുന്നു. ഇപ്പോഴും തോന്നുന്നുണ്ട്. ഇപ്പോഴെങ്കിലും അറിയാൻ പറ്റുന്ന സന്തോഷം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഞാൻ പഠിപ്പിച്ചൊരു കുട്ടിയുടെ അവളിപ്പോ ഇന്നലെ എന്നോട് പറഞ്ഞു, മറ്റു കുട്ടികൾ എന്നെ വെറുതെ, ഞാൻ മലപ്പുറംകാരി ആയതുകൊണ്ട് ആ ഒരു മലപ്പുറം സ്ലാങ് ഞാനിവിടെ യൂസ് ചെയ്യാണ്. ആ ഒരു മോൾ എന്നോട് പറഞ്ഞത്, ടീച്ചറെ വെറുതെ മറ്റുള്ള കുട്ടികളെ ടീച്ചറിന് അടിക്കുന്നുണ്ട്. അപ്പൊ എന്തിനാ അടിക്കുന്നേ? ഈ എന്തെങ്കിലും വിക്രസ് കാണിച്ചിട്ടുണ്ടാവും, എന്താ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്താ പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചപ്പോ അവൾ പറഞ്ഞു, അതെ അതിന്റെ ഒപ്പമുള്ള കുട്ടികളുണ്ടല്ലോ, ഓലൊക്കെ എന്നെ വാക്ക് പറയാണത്. അപ്പൊ വാക്ക് പറയാന്ന് വെച്ചാൽ വഴക്ക് പറയുക എന്നുള്ളതാണ്. അപ്പൊ എന്തിനാ ഈ വഴക്ക് പറയണത്? അപ്പം മറ്റു ഈ മോള് അത്യാവശ്യം ഒരു എന്താ പറയാ IQ ലെവല് ഒരു ബോർഡർ ലൈനിലുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കുട്ടികൾ പഠിക്കുന്നതിലൊക്കെ സ്ട്രഗിള് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവളുടെ കൂട്ടത്തിലുള്ള കുട്ടികൾക്കും അറിയാം അവൾക്ക് കുറച്ച് കാര്യങ്ങളുടെ അവൾ ഒന്ന് പിന്നോക്കത്തിലുണ്ട് എന്നുള്ളത്. അപ്പൊ ആ കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, കൂടെയുള്ള ആളുകള് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ തെറ്റായിട്ടുള്ള രീതിയിലാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പം മറ്റുള്ളവര് നന്നായിട്ട് മുതലെടുക്കുന്നതുകൊണ്ട് തന്നെ ടീച്ചറുടെ മുന്നില്
ഇവൾ എന്ത് ചെയ്യാണ്, എല്ലാ കാര്യങ്ങളും തെറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അപ്പൊ ആ ടീച്ചറിന്റെ അടുത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു കാര്യം വെച്ചാല്, ഇവള് പറഞ്ഞു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ടീച്ചറെ, ഓരിന്നോട് ചെയ്തില്ലേ, ഓരിന്ന വാക്ക് പറഞ്ഞില്ലേ, അപ്പൊ ഞാനും തിരിച്ചു വാക്ക് പറഞ്ഞു, അതിലിപ്പോ എന്താ തെറ്റ്? ചിന്തിക്കുമ്പോ നമുക്കും തോന്നും ആ കുട്ടി അവിടെ ആ റിയാക്ഷൻ അവിടെ പഠിച്ചു എന്നുള്ളതാണ്. കാരണം അതുപോലും ഉണ്ടാവാതിരുന്ന ഒരു കുട്ടിയായിരുന്നു അത്. അപ്പം അവൾക്ക് നേരിട്ടിട്ടുള്ള ഒരു ബുള്ളിങ്ങിൽ നിന്നും അവൾ അതിനെ റിയാക്ട് ചെയ്യാൻ പഠിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ അവിടെ ആ ടീച്ചർ അവളോട് ശരിക്കും എന്താണ് ശരിക്കും ഉണ്ടായത്, ആ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു, എന്തുകൊണ്ടാണ് ഈ അങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് അവൾ ആ ടീച്ചർ ശരിക്കും മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അവളുടെ ഉള്ളില് ഞാൻ എന്ത് ചെയ്താലും ആരും എന്നെ അംഗീകരിക്കുന്നില്ല, എല്ലാവരും എന്നെ തെറ്റായിട്ടല്ലേ കാണുന്നത് എന്ന ആ ഒരു തോട്ട് അവളുടെ ഉള്ളില് ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് അവളുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. അപ്പൊ കൂടുതലായിട്ടും നമ്മൾ ടീച്ചേഴ്സിന് അത് മനസ്സിലാക്കാൻ പറ്റണമെന്നുള്ളതാണ്. കാരണം നമ്മൾ പലപ്പോഴും നമ്മളുടെ ഒരു സംസാരം, ആ ടീച്ചർ അവളോട് ചെയ്തത് എന്താണെന്നറിയോ, അവളെ നോക്കി പേടിപ്പിച്ചു എന്ന്. കാരണം അവൾ അത് ചെയ്തപ്പോൾ മറ്റുള്ള കുട്ടീനെ ഒന്ന് എതിർത്ത് പറഞ്ഞതാണ്, അവൾക്ക് ആ എതിർപ്പ് കിട്ടി, അതുകൊണ്ട് തന്നെ തിരിച്ച് അവളും എതിർത്തു. അപ്പം ടീച്ചർ അവളെ നോക്കി പേടിപ്പിച്ചു എന്നുള്ളതാണ്. അത് അവളെ ഭയങ്കര സങ്കടമാക്കി. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ആദ്യം ചെയ്തവരുണ്ട്, അവർക്ക് ശിക്ഷയൊന്നും കിട്ടിയില്ല, ഇവളെ മാത്രം എന്താ നോട്ടപ്പുള്ളിയായിട്ട് കണ്ടു. അപ്പൊ ഇപ്പൊ മാം പറഞ്ഞപ്പോ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യണം തോന്നി. ഞാൻ ടീച്ചേഴ്സിനെ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷെ ഇങ്ങനെയുള്ള ശരിയാ. ഓഫ് കോഴ്സ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പോളിടെക്നിക്കിലായിരുന്നു കേട്ടോ, അപ്പൊ ഇത്തിരി കൂടി അഡോളസെന്റ് ഏജ് ആയിരുന്നു എൻ്റെ പിള്ളേര്. പക്ഷെ ഞാൻ എസ്പെഷ്യലി സ്കൂൾ ഗോയിങ്ങിലാണ് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നത്. ശരിയാണ്, ടീച്ചേഴ്സിനും അതിനെക്കുറിച്ച് വലിയ അവയർ അല്ല അവര്. അപ്പൊ ഒരു കുട്ടി ആ തെറ്റുകാരിയാണ്, അന്ന് അങ്ങ് ഇൻസൾട്ട് ചെയ്തേക്കാം. എൻ്റെ മക്കളെയും എൻ്റെ മോനും അങ്ങനത്തെ ഒരു അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവന് ഇച്ചിരി ഹൈപ്പറായിരുന്നു. അപ്പൊ ഞാനിത് അനുഭവിച്ചിട്ടുണ്ട്. കാരണം ടീച്ചേഴ്സ് മാസമായിട്ട് ആ കുട്ടീനെ അറ്റാക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എനിക്കങ്ങനെ ഈ സ്കൂൾ ഗോയിങ് ടീച്ചേഴ്സ് കുറച്ചൊക്കെ സൈക്കോളജി പഠിച്ചിട്ട് വരുന്നവരാണ്, എങ്കിലും അങ്ങനെയാണ് അവർ ചെയ്യുന്നതൊക്കെ. എന്താണെന്നറിയില്ല, ഇപ്പൊ കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതെ. ഇപ്പൊ ഒരുപാട് പല ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ സൈക്കോളജി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നേതിനേറെ ഇപ്പൊ ക്ലാസ്സുകളൊക്കെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ എങ്കിലും പല ടീച്ചേഴ്സൊക്കെ ഇതേ കാര്യങ്ങൾ അറിയെങ്കിൽ കൂടി അവിടെ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നിടത്തുള്ള ഒരു പ്രശ്നങ്ങളാണ് ഇവിടെയൊക്കെ വരുന്നത്. ഒരു മാസമായിട്ട് ഈ കുട്ടീനെ അറ്റാക്ക് ചെയ്യും, ചെയ്യും. അതെ അതെ. അപ്പൊ അതൊക്കെ ഇനി സമൂഹം അതൊക്കെ അറിയണം, ഇത്തരത്തിലുള്ള ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കണം, എങ്കിൽ അവർ ഫോർവേഡ് ആവുള്ളൂ. അങ്ങനെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം, അങ്ങനെ ഒരു സമൂഹം ഉണ്ടാവട്ടെ എന്ന്. അതെ അതെ. നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. അതുകൊണ്ടാണല്ലോ ഈ സൈക്കോളജിസ്റ്റുമാരൊക്കെ ഇപ്പൊ നവേഡേയ്സ് ഇപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു പ്രയോറിറ്റി. ഞാനും അതെ, സൈക്കോളജി ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും മാസമായിട്ട് ശ്രമിക്കാം. താങ്ക് യു. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? പോയോ? എല്ലാരും പോയോ? കാര്യം പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ. അതെ അതെ. മാം മാമിന്റെ പേരെന്താന്ന് പറഞ്ഞുതരോ? മാം എൻ്റെ പേര് വിദ്യ, ഞാൻ ക്ലാസ് കേട്ടിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. ഞാനും ഒരു ടീച്ചറാണ്. ഈ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിലും ഉണ്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതായത് ADHD എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കാണ്, ഏറ്റവും കൂടുതൽ ആൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ, അതായത് അവരാണല്ലോ കുറെ എപ്പോഴും ബഹളം വെച്ച് നടക്കുന്നത്. അപ്പം അവരിലാണ് ഈ ADHD കൂടുതൽ കാണുന്നതെന്നുള്ള ഒരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു.
അപ്പം വളരെ നല്ല, ഇനി നമുക്ക് കുട്ടികളെ കാണുമ്പോൾ തന്നെ ഒന്ന് മനസ്സിൽ ആലോചിക്കാൻ പറ്റിയ ഒരു രീതിയിൽ മാം ഒരു നല്ല ക്ലാസ് തന്നു. വളരെ നന്ദി കേട്ടോ മാം, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇനി ആരെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ? ഇനി നമ്മൾ 6:30 ആയില്ലേ, ഇനി നമ്മൾക്ക് നമ്മളുടെ ഗ്രൂപ്പിൽ കാണാം. എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്കും നിങ്ങൾക്ക് എന്താ പറയാ എന്തെങ്കിലും ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ അതും നിങ്ങളുടെ എക്സ്പീരിയൻസും ഒക്കെ നമ്മളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇപ്പം എനിവേ താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. എന്നെ വീഡിയോയിൽ എനിക്ക് വരാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്നെ അത് 2 കൈ കൊണ്ടും നിങ്ങളെല്ലാവരും സ്വീകരിച്ചതിൽ വളരെയധികം സന്തോഷം. അതിൽ ഞാൻ നിങ്ങളോട് ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത ഒരു പുതിയൊരു ടോപ്പിക്കുമായിട്ട് പുതിയ ഒരാൾ വരട്ടെ. നമ്മളുടെ ഉള്ളിൽ പുതിയ പുതിയ അറിവുകൾ എല്ലാവരും നിറയ്ക്കട്ടെ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. Thank you once again, ma'am, and have a good day, everyone.